കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ പിന്നെ ഒന്നാം ഇതിലത്തെ അധ്യാത്മ കാണ്ഡത്തിലത്തെ അയോധ്യാകാണ്ഡത്തിലത്തെ ഒന്നാം സർഗത്തിൽ 11ാമത്തെ ശ്ലോകമാണ് ചെയ്തത്. അപ്പോൾ എന്താ പറഞ്ഞത്? അങ്ങ് പറഞ്ഞില്ലേ, പിന്നെ ഞാൻ ശ്രീരാമൻ പറഞ്ഞല്ലോ ഞാൻ സംസാരിയാണെന്നൊക്കെ. അപ്പം അങ്ങ് സംസാരിയെന്ന് പറഞ്ഞില്ലേ, അത് ഒരു കണക്കിന് ശരി തന്നെയാണ്. എന്താ കാരണം വെച്ചാൽ സകല ലോകങ്ങളുടെയും ആദിയിലുള്ള ശക്തി യാതൊന്നോ ആ മായ തന്നെയാണ് ഇന്ദിരവടിയുടെ പത്നി. ആ നിലയ്ക്ക് ആ മായയാണുള്ള പത്നി. അതുകൊണ്ട് അങ്ങ് സംസാരിയാണെന്ന് പറയാം, ശരിയാണെന്ന് പറയാണ്. ഇനി 12. സൂതേജസ്രം ശുക്ലകൃഷ്ണലോഹിതാ സർവദാ പ്രജാ ലോകത്രയമഹാഗേഹേ ഗൃഹസ്ഥസ്ത്വമുദാഹൃതാ. ശുക്ലകൃഷ്ണലോഹിതാ പ്രജാ എന്ന് പറഞ്ഞാൽ എന്താണ്? ശുക്ലം വെച്ചാൽ വെളുപ്പല്ലേ, കൃഷ്ണം വെച്ചാൽ കറുപ്പ്, ലോഹിതം വെച്ചാലോ ചോപ്പ്. അപ്പോൾ സത്വഗുണപ്രധാനികളെ പിന്നെ ശുക്ലന്മാരെന്നും രജോ ഗുണപ്രധാനികളെ ചോപ്പ്, തമോ ഗുണം കറുപ്പ്. അങ്ങനെയാണ്. അപ്പോൾ രജസ്തമോ ഗുണസ്വരൂപിണിയായിട്ടുള്ള ആ മായ പിന്നെ കാരണം നിന്തിരുവടിയുടെ ആശ്രയം നിമിത്തം, അതായത് ആ മായ സത്വഗുണം അധികമുള്ളവരും പിന്നെ തമോ ഗുണം അധികമുള്ളവരും പിന്നെ രജോ ഗുണം അധികമുള്ളവരും ഒക്കെ മായ ജനിപ്പിച്ചും കൊണ്ടേയിരിക്കുന്നു അല്ലേ. അപ്പോൾ ഈ ലോകത്രയം, 3 ലോകമാകുന്ന ഈ വലിയ തറവാട്ടിൽ ആകെയുള്ള ഏകനായിട്ടുള്ള ഈ ലോകത്രയമാകുന്ന തറവാടിൻ്റെ ഏറ്റവും ഒരേ ഗൃഹസ്ഥനേ ഉള്ളൂ ലോകത്രയമാകുന്ന തറവാടിന്. അതാരാ? ഭഗവാൻ. ശ്രീരാമനോ ശ്രീകൃഷ്ണനോ എന്താ വെച്ചാൽ പറയാം. ലോകത്രയമാകുന്ന ഒരു തറവാടെടുക്കുക, അതിലത്തെ ഗൃഹസ്ഥനാണ് ഭഗവാൻ. ഈ മായ, പത്നിയായിട്ടുള്ള മായയിൽ അനവധി രജോ ഗുണപ്രധാനികളും തമോ ഗുണപ്രധാനികളും സത്വഗുണപ്രധാനികളും ഒരുപാട് പേര് ജനിച്ചിട്ടുണ്ട് ഇല്ലേ. അതായത് നിന്തിരുവടി ആശ്രയിച്ചിട്ട് മായ അനവധി ആളെ സൃഷ്ടിച്ചു. ഭഗവാനെ ആശ്രയിച്ചിട്ടാണ്, ഭഗവാൻ ഇല്ലാതെ പറ്റില്ല. അപ്പോൾ സത്വഗുണം, അതായത് ജ്ഞാനത്തിന് ആഗ്രഹമുള്ള സത്വഗുണപ്രധാനികളും മോഹം, അതികഠിന മോഹവും ആലസ്യമുള്ള ഓരോ തമോ ഗുണപ്രധാനികളും എപ്പോഴും കാമ്യകർമ്മങ്ങൾ ചെയ്യാൻ ഇഷ്ടമുള്ളവർ രജോ ഗുണപ്രധാനികളായിട്ടുള്ള പ്രജകളെ ഈ മായ അങ്ങയുടെ പത്നി ജനിപ്പിച്ചും കൊണ്ടേയിരിക്കണു അല്ലേ. അപ്പോൾ പക്ഷേ ഒരേ ഒരു ഗൃഹസ്ഥനേ ഉള്ളൂ, അനവധി കുട്ടികളുണ്ട് ഈ മായയ്ക്ക്. നമ്മളൊക്കെ അല്ലേ മായയിൽ നിന്ന് ഉണ്ടായതാണ് നമ്മളൊക്കെ. അപ്പോൾ പക്ഷെ അതിൻ്റെ ഒരേ ഒരു ഗൃഹസ്ഥനേ ഉള്ളൂ, അച്ഛനായിട്ട്, അല്ലെങ്കിൽ അച്ഛനോ അല്ലെങ്കിൽ ഗൃഹസ്ഥൻ ആയിട്ട് ഒരേ ഒരാളേ ഉള്ളൂ, അത് ഭഗവാനാണ് എന്നാണ് ഇതിൽ പറയുന്നത് കേട്ടോ. പിന്നെ അതാണ് ശുക്ലകൃഷ്ണ ലോഹിത പറഞ്ഞ. ശുക്ലം സത്വഗുണപ്രധാനികളാണ്, കൃഷ്ണൻ തമോ ഗുണപ്രധാനികളെ അർത്ഥം നിറയും, ചോപ്പ് രജോ ഗുണത്തിൻ്റെ, അതായത് വലിയ കാമ്യകർമ്മങ്ങൾ എപ്പോഴും ചെയ്യണവരെ. സൂതേജസ്രം ശുക്ലകൃഷ്ണലോഹിതാ സർവദാ പ്രജാ ലോകത്രയമഹാഗേഹേ ഗൃഹസ്ഥമുദാഹൃതഃ. ഇനി 13, 14, 15, 16, 17, 18, 19 ഒന്നിച്ചാണ് കേട്ടോ. അപ്പം നമുക്ക് അതെല്ലാം വായിക്കാം. 13. ത്വം വിഷ്ണുർജാനകീ ലക്ഷ്മീ ശിവസ്ത്വം ജാനകീ ശിവ ബ്രഹ്മത്വം ജാനകീ വാണി സൂര്യസ്ത്വം ജാനകീ പ്രഭ ഭവാൻ ശശാങ്ക
സീതാ തു രോഹിണീ ശുഭലക്ഷണ ശക്രസ്ത്വമേവ പൗലോമി സീതാ സ്വാഹാനലോ ഭവാൻ യമസ്ത്വം കാലരൂപശ്ച സീതാ സംയമിനി പ്രഭോ നിർഹൃദിസ്ത്വം ജഗന്നാഥ താമസീ ജാനകീ ശുഭാ രാമത്വമേവ വരുണോ ഭാർഗവീ ജാനകീ ശുഭാ വായുസ്ത്വം രാമ സീതാ തു സദാ ഗതിരിതീരിതാ കുബേരസ്ത്വം രാമ സീതാ സർവസമ്പൽ പ്രകീർത്തിതാ രുദ്രാണീ ജാനകീ പ്രോക്ത രുദ്രസ്ത്വം ലോകനാശകൃത് ലോകേ സ്ത്രീവാചകം യാവത് തത്സർവം ജാനകീ ശുഭാ പുന്നാമവാചകം യാവൽ തത്സർവം ത്വം ഹി രാഘവ തസ്മാത് ലോകത്രയേ ദേവാ യുവാഭ്യം നാസ്തി കിഞ്ചന. നല്ല രസമാണ്, വേഗം വായിച്ചു പോകാവുന്നതന്നെ ഉള്ളൂ. എന്താ അറിയോ, അങ്ങ് വിഷ്ണു ആണെങ്കിൽ ജാനകി ആരാ? ലക്ഷ്മി ദേവി. ഭഗവാൻ വിഷ്ണു ആണെങ്കിൽ ജാനകി ലക്ഷ്മി ദേവി, ആദ്യത്തെ വരിയിലെ. പിന്നെയോ അങ്ങ് ശിവനാണെങ്കിൽ ശിവഹാത്വം, അപ്പം ആരാ ജാനകി? ശിവ പാർവതി. വിഷ്ണു ആണെങ്കിൽ അങ്ങ് വിഷ്ണു ആണെങ്കിൽ പിന്നെ സീത ലക്ഷ്മി, അങ്ങ് ശിവനാണെങ്കിൽ പാർവതി. പിന്നെയോ ബ്രഹ്മാവാണെങ്കിലോ സരസ്വതി ദേവി. സൂര്യനാണെങ്കിലോ സൂര്യൻ്റെ പ്രഭ, സൂര്യൻ്റെ പ്രഭയാണ് ജാനകി, സൂര്യനാണ് ഭഗവാൻ. ചന്ദ്രനാണെങ്കിലോ രോഹിണി, ചന്ദ്രനാണ് ഭഗവാൻ വെച്ചാൽ സീത രോഹിണി. ഭഗവാൻ ദേവേന്ദ്രനാണെങ്കിൽ സീത ഇന്ദ്രാണി. ഭഗവാൻ അഗ്നിയാണെങ്കിൽ സീത സ്വാഹ ആണല്ലോ, സ്വാഹയും സ്വധയാണല്ലോ അഗ്നിയുടെ ഭാര്യമാര്. കാലസ്വരൂപനായിട്ടുള്ള മൃത്യുദേവൻ അങ്ങാണെങ്കിലോ സീത മൃത്യുദേവൻ്റെ പത്നിയായിട്ടുള്ള സംയമിനിയാണ്. ഓക്കെ, അങ്ങ് മൃത്യുദേവനാണെങ്കിൽ സീത സംയമിനി. ഹേ ജഗന്നാഥ, അങ്ങ് നിറുതി, അതായത് പിതൃക്കളുടെ ദേവനാണെങ്കിൽ, നിറുതിയാണെങ്കിൽ സീതാദേവി താമസിയാണ്. നിറുതിയുടെ വൈഫ് പത്നി താമസിയാണ്, അതായത് പിതൃക്കളുടെ ദേവത നിറുതിയാണ്. അങ്ങച്ചാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ താമസിയാണ് സീത. നിന്തിരുവടി വരുണനാണെങ്കിൽ അങ്ങ് ഭാർഗവി, വരുണപത്നി. വരുണപത്നിയുടെ പേര് ഭാർഗവി എന്നാണ് അത്രേ, വരുണപത്നിയാണ്. പിന്നെയോ അങ്ങ് വായു ആണെങ്കിൽ സീത സദാഗതി, ഇങ്ങനെ എപ്പോഴും സഞ്ചരിക്കുന്ന ഗതിയാണ്, സദാ ഗതിയാണ് ആര സീത. അങ്ങ് കുബേരനാണെങ്കിൽ സീത എന്താ? സർവസമ്പൽ സ്വരൂപിണിയാണ്. കുബേരൻ ധനത്തിൻ്റെ അധിപനാണല്ലോ. രുദ്രാണി സീത രുദ്രൻ നിന്തിരുവടിയാണെങ്കിൽ, രുദ്രൻ വെച്ചാൽ ഈ സംഹാര രുദ്രനാ പറഞ്ഞ കേട്ടോ, ലോകം നശിപ്പിക്കാനേ, അവസാനത്ത് ശിവനല്ല. സംഹാര രുദ്രനാണെങ്കിൽ അങ്ങ് രുദ്രാണിയാണ്. എന്തിനധികം പറയണു, ലോകത്തിലെ ഇതൊക്കെ പറഞ്ഞു, എല്ലാതും പറഞ്ഞു. എന്നിട്ട് പിന്നെ പറഞ്ഞു, ഈ ലോകത്തിൽ സ്ത്രീ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് എല്ലാം സീതാദേവിയാണ്. സ്ത്രീവാചകം യാതൊന്നോ അതെല്ലാം സീതയും. പുരുഷൻ എന്ന് പറയുന്നത്, പുരുഷവാചകം ആ വാക്ക് യാതൊന്നോ അതൊക്കെ ഭഗവാനുമാണ്. അതേ പറയാനുള്ളൂ. ഇത്രയും കപ്പിൾസിനെ പറഞ്ഞു, എന്നിട്ട് പിന്നെ പറഞ്ഞു ഇനി കൂടുതൽ പറയണില്ല. സ്ത്രീ എന്ന് പറഞ്ഞാൽ സീതയും പുരുഷൻ എന്ന് പറഞ്ഞാൽ അങ്ങും ആണ്. അതുകൊണ്ട് ഹേ ദേവ, 3 ലോകത്തിലും നിങ്ങളല്ലാതെ ഒരു ദമ്പതിമാരില്ല. ഈ 3 ലോകത്തിലും നിങ്ങളല്ലാതെ ഒരു ദമ്പതിമാരില്ല. കാരണം തൽ സൃഷ്ട്വ തദേവാനുപ്രാവിശത്, അതിനെ ലോകത്തെ സൃഷ്ടിച്ചിട്ട് അതിൽ പ്രവേശിച്ചു. അതുകൊണ്ടാണ് ഭഗവാനും ആ ജഡമായ മായയും മാത്രമേ ഈ ലോകത്തിലുള്ളൂ. മായ ജഡാണ്. മായ പോയാലും ഭഗവാൻ സ്വയം പ്രകാശ സ്വരൂപനായിട്ട് നിൽക്കും. പക്ഷേ പ്രപഞ്ചം വേണമെങ്കിൽ മായ വേണം.
അപ്പം ഈ 3 ലോകങ്ങളിലും പ്രപഞ്ചത്തിലാകെ ഒരേ ദമ്പതിമാരാണ്, ഒന്ന് ഭഗവാനും ഒന്ന് മായയും. പക്ഷേ ഭഗവാൻ സ്വയംപ്രകാശ സ്വരൂപനാണ്, നിത്യനാണ്, സച്ചിദാനന്ദാണ്, ജ്ഞാനസ്വരൂപനാണ്. പക്ഷെ മായയോ വെറും ജഡം. ഭഗവാന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ മായയില്ല. അതാണ് പറഞ്ഞത്. അപ്പോൾ ഈ ജഡസ്വഭാവമായിട്ടുള്ള മായയും കൂടി മായയെ ഉപയോഗിച്ചിട്ടാണ് അങ്ങ് ഈ ലോകത്തിനെ മുഴുവൻ ചൈതന്യവത്താക്കി തീർത്തിരിക്കുന്നത് എന്ന് നാരദ മഹർഷി പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് ഒന്നുകൂടി വായിക്കാം. അത് വെറുതെ വായിച്ചാൽ നമുക്കതിൻ്റെ കൂടെ തന്നെ മനസ്സിലാവുകയും ചെയ്യില്ലല്ലേ. ത്വം വിഷ്ണുർജാനകി ലക്ഷ്മി, ശിവസ്ത്വം ജാനകി ശിവ, ബ്രഹ്മാത്വം ജാനകി വാണി സരസ്വതി, സൂര്യസ്ത്വം ജാനകി പ്രഭ, ഭവാൻ ശശാങ്ക സീതാതുരോഹിണി, ശുഭലക്ഷണ. പിന്നെ ശക്രൻ, അതായത് ഇന്ദ്രനെ, ശക്രസ്ത്വമേവ പൗലോമി. പൗലോമി വെച്ചാൽ പുലോമാവിൻ്റെ മകളെ ഇന്ദ്രൻ്റെ ഭാര്യ ഇന്ദ്രാണി. സ്വാഹാനലോ ഭവാൻ, അങ്ങ് അഗ്നിയാണെങ്കിൽ സ്വാഹ. യമസ്ത്വം കാലരൂപശ്ച, അങ്ങ് കാലനാണെങ്കിൽ സംയമിനി പ്രഭോ, സീത സംയമിനി. പിന്നെയോ നിരുതിസ്തം ജഗന്നാഥ, നിരുതി പിതുക്കളുടെ ദേവനാണെങ്കിൽ താമസി ആണ് സീത. രാമ ത്വമേവ വരുണോ ഭാർഗവി ജാനകി, വരുണനാണെങ്കിൽ വരുണൻ്റെ പത്നി ഭാർഗവി. വായുസ്ത്വം രാമ സീതാതു സദാഗതിരിതീരിത, വായു ആണെങ്കിൽ സദാഗതി. കുബേരനാണെങ്കിലോ കുബേരസ്ത്വം രാമ സീതാ സർവസമ്പൽ പ്രകീർത്തിത. രുദ്രാണി ജാനകി പ്രോക്ത രുദ്രസ്ത്വം ലോകനാശകൃത്ത്, സംഹാരരുദ്രാണെങ്കിൽ രുദ്രാണി. ലോകേ സ്ത്രീവാചകം യാവത് തത്സർവം ജാനകി ശുഭ, പുന്നാമവാചകം പുരുഷനെ, യാവത്തൽ സർവം ത്വഹി രാഘവ, തസ്മാല്ലോകത്രയദേവ യുവാഭ്യം നാസ്തി കിഞ്ചന. അങ്ങല്ലാതെ മായല്ലാതെ ഒന്നുമില്ല. അതിൽ തന്നെ അങ്ങ് സ്വയംപ്രകാശ സ്വരൂപനും നിത്യനും, മായ വെറും ജഡവും. ജഡമായിട്ടുള്ള മായയെ ഉപയോഗിച്ച് അങ്ങ് ഈ പ്രപഞ്ചത്തിനെ ചൈതന്യവത്താക്കുന്നു. അതാണ് പറഞ്ഞത്. ഇനി നമുക്ക് 20. ത്വദാഭാസോദിതാജ്ഞാന മവ്യാകൃതമിതീര്യതേ, തസ്മാൻ മഹാംസ്തത സൂത്രം ലിംഗം സർവാത്മകം തതഃ. എന്താണ് ത്വദാഭാസോദിതാജ്ഞാനം? അതായത് ഭഗവാന്റെ ചേർച്ച നിമിത്തം ഈ ഭഗവാൻ ഈ മായയിലാണല്ലോ അജ്ഞാനം. ആ അജ്ഞാനം തന്നെ അവ്യാകൃതം ഇതി ഈര്യതേ, അവ്യാകൃതം എന്ന് പറയപ്പെടുന്നു. എന്താ വെച്ചാൽ ഈ അങ്ങയുടെ സാന്നിധ്യം കൊണ്ടാണല്ലോ ഈ മായ അല്ലെങ്കിൽ അജ്ഞാനം അല്ലെങ്കിൽ അവിദ്യ അവ്യാകൃതം എന്ന ശബ്ദത്താൽ പറയപ്പെടുന്നു. അതായത് പുരുഷൻ്റെ സംബന്ധം കൊണ്ടാണ് അവ്യാകൃതം എന്നുള്ള പേരുണ്ടായത്. അതിന്നാണ് പിന്നെ മഹത്തത്വം ഒക്കെ ഉണ്ടായത്. അതാണ് അവ്യാകൃതം ഇത് ഈര്യതേ, തസ്മാൻ മഹാൻ അതിൽ നിന്ന് മഹത്തത്വം, തഥാ സൂത്രം അതിൽ നിന്ന് അഹങ്കാരം, തഥാ സർവാത്മകം ലിംഗം അതിൽ നിന്ന് സർവസ്വരൂപമായിരിക്കുന്ന ലിംഗശരീരം. ഇതാ സൃഷ്ടിയെടുത്ത് പറയാണ്. പുരുഷനും പ്രകൃതിയും അല്ലാതെ ഇവിടെ ശരിക്കൊന്നുമില്ല. എന്താ വെച്ചാൽ ഭഗവാന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ഭഗവാൻ ഈക്ഷണം ചെയ്തുല്ലോ. അവനവൻ്റെ ഉള്ളിൽ കിടക്കുന്ന മായയെ ഭഗവാൻ, ശാന്തമായി കിടക്കുന്ന മായയെ ഭഗവാൻ ഈക്ഷണം ചെയ്തു പറഞ്ഞാൽ നോക്കി പറഞ്ഞാൽ എന്താ അറിയോ, എനർജി കൊടുത്തു. അപ്പോൾ ശാന്തമായിട്ട് ത്രിഗുണങ്ങളൊക്കെ പിന്നെ സമതുലിതാവസ്ഥയിൽ ഈക്വലിബ്രിയത്തിലായിരുന്ന മായ ഈ എനർജി കിട്ടിയപ്പോൾ ക്ഷോഭിച്ചു അല്ലേ, അവ്യാകൃതം. എന്നിട്ടോ അത് കഴിഞ്ഞ് ക്ഷോഭിച്ചിട്ട് അതിന്നാണ് പിന്നെ പാലിൽ നിന്ന് വെണ്ണ വേർതിരിയുന്ന പോലെ മഹത്തത്വം വേർതിരിഞ്ഞു. ആദ്യം മഹത്തത്വം ഉണ്ടായി, പിന്നെ ആ മഹത്വത്വത്തിൽ നിന്ന് അഹങ്കാരം ഉണ്ടായി. ആ അഹങ്കാരം 3 അഹങ്കാരമായിട്ട് പിരിഞ്ഞ് പിന്നെ ഈ താമസാഹങ്കാരത്തിൽ നിന്നാണ്
ഈ പഞ്ചഭൂതങ്ങളും പഞ്ചതന്മാത്രകളും ഉണ്ടായത്. അതുകൊണ്ടാണ് നമ്മുടെ ശരീരം ഉണ്ടായത്. അതാണ് ലിംഗശരീരം ഉണ്ടായത്. നമ്മൾ ആ ഒരു ഇതാണ്, ആ ഒരു പ്രോസസ്സാണ് ഇവിടെ പറഞ്ഞത്. അപ്പം ഭഗവാന്റെ ആ ഈക്ഷണം കൊണ്ടാണ് മായ ചൈതന്യവത്തായത്. അല്ലെങ്കിൽ ജഡമായിട്ട് മായ ഭഗവാനിൽ തന്നെ അലിഞ്ഞ് ശാന്തമായിട്ട് കിടക്കായിരുന്നു. മായയില്ല, ഭഗവാന്റെ ഉള്ളിൽ തന്നെയാണ് അർത്ഥം. അല്ലെങ്കിൽ മായയെ ചൈതന്യവത്താക്കി ഭഗവാൻ എനർജി അല്ലെങ്കിൽ ഈക്ഷണം ചെയ്തിട്ടെ പിന്നെ മായയാണ് എല്ലാ സൃഷ്ടി നടത്തിയത്. ത്വദാഭാസോദിതാജ്ഞാനമവ്യാകൃതമിതീര്യതേ തസ്മാൻ മഹാംസ്തതസൂത്രം ലിംഗം സർവാത്മകം തതഃ. അങ്ങനെ ഭഗവാന്റെ സംബന്ധം നിമിത്തമുണ്ടാകുന്ന അതുകൊണ്ടുണ്ടായതാണ് ഈ പ്രകൃതി പരിണാമങ്ങൾ മുഴുവൻ. അഹങ്കാരശ്ച ബുദ്ധിശ്ച പഞ്ചപ്രാണേന്ദ്രിയാണി ച ലിംഗമിത്യുച്യതേ പ്രാജ്ഞൈർ ജന്മമൃത്യു സുഖാദിമത്. ഈ ലിംഗശരീരം എന്താ പറയുകയാണെ? അഹങ്കാര ച ബുദ്ധി ച പഞ്ചപ്രാണേന്ദ്രിയാണി ച പ്രാജ്ഞൈഹി, അതായത് അഹങ്കാരവും ബുദ്ധിയും പഞ്ചപ്രാണേന്ദ്രിയങ്ങളും പ്രാജ്ഞൈഹി അറിവുള്ളവരാൽ ജന്മമൃത്യു സുഖാദി മത് ലിംഗം ഇതി ഉച്യതേ. ജനനം മരണം സുഖം ദുഃഖം ഇതൊക്കെ അനുഭവിക്കുന്ന ലിംഗം എന്ന് പറയപ്പെടുന്നു. എന്തായാലും ലിംഗദേഹമാണ് നമുക്ക്, അതായത് ലിംഗദേഹം കൊണ്ടാണ് നമുക്ക് ഈ സുഖദുഃഖങ്ങളും ജനന മരണമൊക്കെ ഉണ്ടായി. അഹങ്കാരം ആണ് ആദ്യം, പിന്നെ ബുദ്ധി. ബുദ്ധി ഇന്ന വിധം പ്രവർത്തിക്കണം എന്ന് പറയണത് അല്ലേ. പിന്നെ സൂക്ഷ്മഭൂതങ്ങൾ, അതായത് പഞ്ച തന്മാത്രകൾ, അതായത് ശബ്ദസ്പർശ രസരൂപ ഗന്ധം. അത് പിന്നെ പഞ്ചഭൂതങ്ങൾ, ആകാശം വായു അഗ്നി ജലം ഭൂമി അല്ലേ. പിന്നെ 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, പിന്നെ അഹങ്കാരത്തിൽ തന്നെ പെട്ടതാണ് ഈ മനസ്സ്, ചിത്തം ബുദ്ധി, മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം. ഇത് മുഴുവനെ കൂടിയിട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയണത്? ലിംഗശരീരം എന്ന് പറയണത്. എന്തൊക്കെയാണെന്ന് നമുക്ക് ഏകദേശം ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാട്ടോ. എന്താ ലിംഗശരീരം? ഇതൊക്കെ ശങ്കരാചാര്യരുടെ ഇതിലൊക്കെ വളരെ വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ ലിംഗശരീരത്തിലുള്ളതാന്നേ. അതായത് ആദ്യം എന്താ വെച്ചാൽ അഹങ്കാരം തൊട്ടാണ് ലിംഗശരീരത്തിലുള്ളത്. അഹങ്കാരം, പിന്നെയോ അന്ധക്കരണം, അതായത് മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം. അപ്പോൾ അഹങ്കാരം എന്ന് പറയുമ്പോൾ ശരിക്കും അന്ധക്കരണം എന്ന് കൂട്ടിയാലും മതിട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കൂട്ടാം, അന്ധക്കരണത്തിലെ 4 എണ്ണം: അഹങ്കാരം, ബുദ്ധി ചിത്തം മനസ്സ്, അങ്ങനെ 4 എണ്ണം അന്ധക്കരണം. പിന്നെ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ. അത് പിന്നെ എന്താ അറിയോ? പഞ്ചപ്രാണൻ, 5 പ്രാണനങ്ങൾ. പിന്നെയോ 5 തന്മാത്രകൾ, ശബ്ദസ്പർശ രൂപരസഗന്ധം, ആ സട്ടിൽ എലിമെൻസ്. പിന്നെ 5 ഏത് ഭൂതങ്ങളും, ഏത് ഈ ഗ്രോസ് പഞ്ചഭൂതങ്ങളും. ഇങ്ങനെ ഇത് മുഴുവനെ കൂടിയതാണ് ഏത് ലിംഗശരീരം. നമ്മുടെ ഈ ലിംഗശരീരമാണ് നമ്മുടെ ഈ സ്ഥൂല ശരീരം മരിക്കുക പറയില്ലേ, ആ സ്ഥൂല ശരീരം നമ്മൾ നശിക്കുമ്പോൾ ഈ അടുത്ത ജന്മത്തിന് കാരണമാക്കുന്നതും നമ്മുടെ ഈ ജന്മത്തിലത്തെ തന്നെ എല്ലാ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നതിന് കാരണമാക്കുന്നതും ഒക്കെ ഈ സൂക്ഷ്മ ശരീരം അല്ലെങ്കിൽ ലിംഗശരീരമാണ്. അല്ലാതെ നമ്മുടെ ഈ ഗ്രോസ് ബോഡി ഇല്ലേ, സ്ഥൂല ശരീരം അല്ല അതൊന്നും അനുഭവിക്കണതൊക്കെ സൂക്ഷ്മ ശരീരമാണ്. അപ്പം അതും കൊണ്ട് തന്നെയാണ് നമ്മൾ പോണതും അടുത്ത ജന്മത്തിലേക്ക് വേറൊരു ബോഡി എടുക്കാൻ. ഈ സ്ഥൂല ശരീരം വീഴുമ്പോൾ സൂക്ഷ്മ ശരീരം ആ പ്രാണനോട് കൂടി ഇങ്ങോട്ട് പോവും. അല്ലെങ്കിൽ സ്ഥൂല ശരീരം വിട്ടിട്ട് ലിംഗശരീരം നമ്മുടെ കർമ്മത്തിൻ്റെ ഇനി അനുഭവിക്കാനുള്ളത്, പിന്നെ സ്ഥൂല ശരീരം കൊണ്ട് അല്ല സൂക്ഷ്മ ശരീരം കൊണ്ട് അനുഭവിക്കാനുള്ളത് നരകത്തിലും സ്വർഗത്തിലൊക്കെ പോയി അനുഭവിക്കും. പിന്നെയും ബാക്കിയുള്ളത് അനുഭവിക്കാൻ വേറൊരു ശരീരം എടുത്ത് വരും. അപ്പോൾ ഈ ലിംഗശരീരമാണ് നമ്മുടെ
ജനനമരണങ്ങൾക്കും സുഖദുഃഖങ്ങൾക്കൊക്കെ കാരണം ആ ലിംഗശരീരത്തിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അന്ധക്കരണത്തിലത്തെ 4 ഈ ലിംഗശരീരത്തിൻ്റെ ഭാഗമാണ്. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. പിന്നെയോ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, ചെവി, വായ, അതൊക്കെ. പിന്നെ 5 കർമ്മേന്ദ്രിയങ്ങൾ, അതായത് കയ്യ്, കാല്, വാക്ക്, പിന്നെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ, എക്സ്ക്രീറ്ററി ഓർഗൻ, അത്. അപ്പോൾ ആദ്യം നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വെച്ചാൽ 4 അന്ധകരണത്തിൽ 4 ഉണ്ട് അല്ലേ. പിന്നെ 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ അല്ലേ. പിന്നെയോ പിന്നെ പഞ്ചപ്രാണൻ അല്ലേ. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉപാനൻ, സമാനൻ അല്ലേ, അതുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ പഞ്ചതന്മാത്രകൾ, അത് ഈ ശബ്ദസ്പർശ രൂപരസം, പിന്നെ പഞ്ചഭൂതങ്ങൾ. ഇതെല്ലാം കൂടിയതാണത്രേ നമ്മുടെ ഏത് ലിംഗശരീരം. അപ്പോൾ ഈ സ്ഥൂല ശരീരം വീഴുമ്പോൾ ഈ ലിംഗശരീരമാണത്രേ പിന്നെ പോയിട്ട് നമ്മുടെ അടുത്ത ജന്മം തീർച്ചയാക്കണതും പിന്നെ എല്ലാ അനുഭവങ്ങൾക്കും കാരണം ഒക്കെ ഇതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ലിംഗശരീരം എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് അഹങ്കാരശ്ച ബുദ്ധിശ്ച പഞ്ചപ്രാണേന്ദ്രിയാണി ച ലിംഗമിത്യുച്യതേ പ്രാജ്ഞേർ ജന്മമൃത്യുസുഖാദി മത് സ ഏവ ജീവസംജ്ഞശ്ച ലോകേ ഭാതി ജഗന്മയ അവാച്യാനാദ്യ വിദ്യൈവ കാരണോപാധിരുച്യതേ. ജീവസംജ്ഞ സഹ ഏവ, ജീവൻ എന്ന പേരോടുകൂടിയ അവനെ ലോകെ ജഗന്മയ ഭാതി, ലോകത്തിൽ ജഗൽ സ്വരൂപനായിട്ട് വിളങ്ങുന്നു. അവാച്യ മീൻസ് വാക്കുകൊണ്ട് പറയാൻ കഴിയാത്തതും അനാദി ആദ്യമില്ലാത്തതും ആയ അവിദ്യായേവ മായ തന്നെ കാരണോപാധി ഉച്ചതേ, കാരണമായ ഈ ബ്രഹ്മത്തിൻ്റെ ഉപാധി എന്ന് പറയപ്പെടുന്നു. എന്താ പറയണ വെച്ചാൽ ഈ ലിംഗദേഹത്തിനെ ഞാൻ എന്ന് വിചാരിക്കണ്ടല്ലോ, അതാണ് ജീവൻ. ഇപ്പം പറഞ്ഞില്ലേ ലിംഗത്തിൽ എന്തൊക്കെയുണ്ടോ പറഞ്ഞില്ലേ, അതിനെ ഞാൻ എന്ന് വിചാരിക്കുന്ന അതിനെ ശരിക്കും നമ്മൾ ജീവൻ അതാണ്. അപ്പം ശരീരാഭിമാനിയാണ്, നമുക്ക് ശരീരം ഞാൻ എൻ്റെ ശരീരമാണെന്ന് വിചാരണ്ട. പക്ഷേ ലോകത്തിലത്തെ അതായത് അനവധി ജീവന്മാർ കൂടിയതാണ് ഹിരണ്യഗർഭൻ അല്ലേ, യൂണിവേഴ്സൽ സോള്. അതായത് നമ്മൾ പറയും വ്യഷ്ടിയും സമഷ്ടിയും പറയുമല്ലോ. വ്യഷ്ടി പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ അത് നമ്മൾ പറഞ്ഞു മുമ്പേ, പക്ഷേ പറയാൻ എന്തായാലും, അതായത് ഒരു കാടെടുത്താൽ കാടിനെ ഒരുപാട് വൃക്ഷങ്ങളുള്ള ആ കാടിനെ നമ്മൾ സമഷ്ടി എന്ന് പറയും. അതാണ് മാക്രോ കോസം. ഒരു മരത്തിനെടുത്താൽ എന്താ പറയുക, വ്യഷ്ടി പറയും. അതുപോലെയാണ് നമ്മൾ ഒരു വ്യക്തി എടുക്കുമ്പോൾ നമ്മൾ വ്യഷ്ടിയാണ്. ഈ ലോകം മുഴുവൻ എടുക്കുമ്പോൾ അതായത് മൈക്രോ കോസം വ്യഷ്ടി, മാക്രോ കോസം ആണ് സമഷ്ടി. അപ്പോൾ ഈ വൃഷ്ടി സമഷ്ടി എന്ന് പറയപ്പെടുന്ന ഈ ഉപാധികൾ, അതായത് പിന്നെ ഹിരണ്യഗർഭനും മായയുടെ ഉള്ളിലാണ്. അപ്പോൾ ആ ലിമിറ്റേഷൻ ഉണ്ട്. അതായത് സർവകാരണമായിട്ടും നിർവികാരമായിട്ടും ഇരിക്കുന്ന ആ ബ്രഹ്മത്തിൻ്റെ പ്രതിബിംബമാണ് നമ്മളെന്ന് പറയുകയാണേ. അതായത് മായയിലെ പ്രതിബിംബമാണ് നമ്മൾ. പക്ഷെ ഹിരണ്യഗർഭൻ മായയിൽ തന്നെ പ്രതിബിംബമാണെങ്കിലും വിദ്യയിലത്തെ പ്രതിബിംബമാണ്, നമ്മൾ അവിദ്യയിലത്തെ പ്രതിബിംബമാണ്. മായയ്ക്ക് 2 എണ്ണം ഉണ്ട്, വിദ്യാസ്വരൂപിണി, അവിദ്യാസ്വരൂപിണി. അപ്പോൾ നിർവികാരവും സർവകാരണങ്ങളുടെ കാരണം ആയിട്ടുള്ള ബ്രഹ്മത്തിൻ്റെ പ്രതിബിംബം ഉണ്ടാക്കണതാണ് മായ. ആ സത്യം പറയാച്ചാൽ നമ്മൾ ആ ബ്രഹ്മത്തിൻ്റെ മായയിലുള്ള പ്രതിബിംബമാണ് നമ്മൾ, റിഫ്ലക്ഷൻ. ഏതുപോലെ വെച്ചാൽ ഒരു കണ്ണാടി എടുത്താൽ നമ്മൾ അതിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കണ്ണാടിയുടെ ഉള്ളിലൊരു റിഫ്ലക്ഷൻ കാണൂല നമ്മളെ. ആ നമ്മളാണ് ജീവൻ. ഈ പുറത്ത് നിൽക്കുന്നതാണ് ബ്രഹ്മം.
അങ്ങനെ എന്നിട്ട് അപ്പോൾ പുറത്ത് നിൽക്കുന്നത് ബ്രഹ്മവും അതിൻ്റെ അകത്ത് കാണുന്നത് ജീവനുമാണ് വെച്ചാൽ ആ കണ്ണാടി ഏതാ? മായ. അതായത് എങ്ങനെ പറയാം വെച്ചാൽ ബ്രഹ്മത്തിൻ്റെ മായക്കണ്ണാടിയിൽ കൂടിയുള്ള റിഫ്ലക്ഷനാണ് ജീവൻ. ഇപ്പം നമ്മളൊരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുക വെച്ചാൽ നമ്മൾ മാത്രമേ റിയലുള്ളൂ അല്ലേ? ആ കണ്ണാടിയിൽ കൂടെ കാണുന്ന നമ്മൾ റിയലല്ല, വെറും പ്രതിബിംബമാണ്. കണ്ണാടി മാറ്റിയാൽ നമ്മളില്ല, ആ കണ്ണാടിയിലേക്ക് നമ്മളില്ല, പിന്നെ ശരിക്കുള്ള നമ്മൾ മാത്രമേ ഉള്ളൂ. അതുപോലെയാണ് മായക്കണ്ണാടിയിലെ പ്രതിബിംബമാണ് ജീവൻ. എന്തിൻ്റെ? ബ്രഹ്മത്തിൻ്റെ. ബ്രഹ്മം മായയ്ക്ക് കണ്ണാടിക്ക് പുറത്ത്. അപ്പം മായക്കണ്ണാടി മാറ്റിയാൽ ഇവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ, ബ്രഹ്മമല്ലാതെ രണ്ടാമതൊന്നില്ല, ബ്രഹ്മം മാത്രമേ ഉള്ളൂ. പക്ഷേ മായക്കണ്ണാടി ഉണ്ടാവുമ്പോൾ അതിൽ ജീവൻ പ്രതിഫലിക്കുകയാണ്. ആ ജീവൻ ദേഹാഭിമാനിയാണ്. അതാണ് ശരിയെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളൊരു കണ്ണാടി നോക്കിയിട്ട് കണ്ണാടിയിലത്തെ പ്രതിബിംബമാണ് ശരിക്കുള്ള ഞാനെന്ന് വിചാരിച്ചാൽ എങ്ങനെ ഇരിക്കും? അത്ര വിഡിത്താണെന്ന്. കണ്ണാടി മാറ്റിയാൽ ആ കണ്ണാടിയിലത്തെ പ്രതിബിംബമായിട്ടുള്ള ഞാനില്ല, ഈ ശരിക്കുള്ള ഞാനേ ഉള്ളൂ അല്ലേ? പക്ഷേ അത് നമുക്ക് കണ്ണാടിയിൽ നമുക്ക് ബോധ്യവും. പക്ഷേ ഈ ജഗത്തിലും അങ്ങനെയാണ് എന്നാണ് ഇതിൽ പറയണത്. അപ്പോൾ ഇതെപ്പം മുതലൊക്കെ ഉണ്ടായിന്നോ? അനാദിയാണ്. സർവകാരണം ഈ ബ്രഹ്മത്തിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. അത് സത്താണോ അസത്താണോ ഉള്ളതാണോ ഇല്ലാത്തതോ ഒന്നും നിർവചിക്കാൻ കഴിയില്ല. പറഞ്ഞു ഒരു അവാച്യം എന്ന് പറഞ്ഞു. അതിന് ആദിയില്ല, എപ്പോഴാണ് ഉണ്ടായി എന്നറിയില്ല. അപ്പോൾ ഞാൻ ഉദിച്ചാൽ ആ മായ ഇല്ലാണ്ടാവും ചെയ്യും. അതുകൊണ്ടാണ് അവിദ്യയ്ക്ക് മായയ്ക്ക് അവിദ്യ എന്നുള്ള പേരേ. അപ്പോൾ മായയ്ക്ക് ഭഗവാൻ ഉണ്ടെങ്കിൽ ഭഗവാന്റെ ശക്തിയാണ് മായ. എപ്പോൾ വേണമെങ്കിൽ ഇല്ലാതെ ആവാം അല്ലേ? മായയ്ക്ക് നാശമുണ്ട്. അപ്പോൾ മായ നശിക്കില്ല, ഭഗവാനിൽ ലയിക്കും. അങ്ങനെയാണ്. അപ്പോൾ ജ്ഞാനം കൊണ്ട് നമ്മൾ ഈ ലിംഗദേഹം എന്ന് പറഞ്ഞുവല്ലോ നമ്മൾ, അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരം, ജ്ഞാനം കൊണ്ട് സൂക്ഷ്മ ശരീരം അനുഭവിക്കണ സുഖദുഃഖത്തിനെയൊക്കെ നമ്മൾ ജ്ഞാനം കൊണ്ട് നശിപ്പിക്കാനേ പറ്റുള്ളൂ. അജ്ഞാനം കൊണ്ടാണ് ഈ ദേഹാഭിമാനവും ജനനവും മരണവും സുഖദുഃഖമൊക്കെ ഈ ലിംഗശരീരത്തിന് ഉണ്ടാവണതേ. ആ അജ്ഞാനം നശിക്കുമ്പോഴാണ് നമ്മുടെ ലിംഗദേഹവും നശിക്കും. പിന്നെ നമ്മൾ അങ്ങനെ ബ്രഹ്മാവും. അതേതുപോലെ വെച്ചാൽ മായക്കണ്ണാടി മാറ്റിയാൽ ആ പ്രതിഫലം ഇല്ലല്ലോ, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അതുപോലെയാവും ഈ ലിംഗ ശരീരം എപ്പോൾ നശിക്കണോ, കാരണം അത് പ്രതിബിംബമാണ് മായയിലത്തെ. അതങ്ങോട്ട് നശിച്ചാൽ നമുക്ക് പിന്നെ ഈ മായക്കണ്ണാടിയുടെ ശല്യമില്ല എന്ന് പറയാണ്. അതായത് ജ്ഞാനത്താൽ ലിംഗദേഹരൂപേണ നമ്മൾ സുഖദുഃഖം അഭിമാനത്തിന് ആസ്പദമായിട്ടുള്ള അജ്ഞാനം ഉണ്ടല്ലോ, നമ്മുടെ ദുഃഖത്തിന് ആസ്പദമായിട്ടുള്ളത് ഏതാ? അജ്ഞാനാണ്. ആ അജ്ഞാനം നശിച്ചു വെച്ചാൽ എപ്പോഴാ? ലിംഗദേഹത്തിന് നാശം വന്നാൽ അജ്ഞാനം നശിച്ചു. ഇതിനെയാണ് അത്ര പ്രകൃതി പുരുഷ വിവേചനം എന്ന് വേദാന്തത്തിൽ പറയണത്. അതായത് പ്രകൃതി ഭഗവാന്റെ ശക്തിയാണ്, പുരുഷൻ നിത്യനും നിരാമയനും നിർവികാരനും ആയിട്ടുള്ള നിഷ്ക്രിയനും ആയിട്ടുള്ള ആ ശക്തിയാണ് അല്ലേ? അതാണ്. അപ്പം നമ്മൾ ഈ മായയിലത്തെ പ്രതിബിംബമാണ് നമ്മൾ. അപ്പം മായയ്ക്ക് പുറത്ത് കടന്നാൽ നമ്മൾ ഭഗവാൻ തന്നെയായിന്ന്. അതാണ് ചുരുക്കം. അപ്പോൾ ആ കണ്ണാടിയുടെ ഒരു എന്താണ് എക്സാമ്പിൾ ഞാൻ പല ദിക്കിൽ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അത് ഞാൻ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആവുമെന്ന് വിചാരിച്ചാൽ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിർത്താട്ടോ. സ ഏവ ജീവ സംജ്ഞശ്ച ലോകേ ഭാതി ജഗന്മയ അവാച്യാനാദ്യ വിദ്യൈവ. അനാദിയാണെന്ന്. വിദ്യൈവ കാരണോപാധിരുച്യതേ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.